ടെസ്റ്റ് ക്രിക്കറ്റിൽ നേതൃത്വ പരിചയം നേടിയ ശേഷം ശുഭ്മാൻ ഗിൽ ഇപ്പോൾ ഏകദിന ക്രിക്കറ്റിന്റെയും നായക സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അടുത്ത പതിറ്റാണ്ടിലെ നേതാവായി ഈ യുവതാരത്തെ കാണാൻ കഴിയുമെന്നത് ആവേശകരമായ ഒരു സാധ്യതയാണ്. വെറും 25 വയസ്സിൽ ഗിൽ ഇതിനകം തന്നെ അസാധാരണമായ പക്വതയും കഴിവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹം കാണിക്കുന്ന ശാന്തതയും തന്ത്രപരമായ ചിന്താഗതിയുമാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. മൈതാനത്ത് സമ്മർദ്ദത്തിൽ ശാന്തത പാലിക്കാനുള്ള കഴിവ് ഏതൊരു നായകനും അത്യാവശ്യമാണ്. ആ ഗുണം ഗില്ലിൽ സ്വാഭാവികമായി കാണാം. ടെസ്റ്റ് മത്സരങ്ങളിൽ നേതൃത്വം നൽകിയപ്പോൾ ഗിൽ പ്രായോഗികവും ആധുനികവുമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. കളിക്കാരുടെ ശക്തിയെ മനസ്സിലാക്കി അവരെ ഉപയോഗപ്പെടുത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ശ്രദ്ധേയമാണ്. ഇനി ഏകദിന ക്രിക്കറ്റിലും ഇതേ നേതൃത്വ ഗുണങ്ങൾ പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അടുത്ത 10 വർഷങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റിന് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരും. പരിചയസമ്പന്നരായ കളിക്കാർ വിരമിക്കുകയും പുതിയ തലമുറ ചുമതലയേൽക്കുകയും ചെയ്യുന്ന ഈ മാറ്റത്തിന്റെ കാലത്ത് ഗില്ലിനെ പോലെയുള്ള യോഗ്യരായ നേതാക്കന്മാരുടെ സാന്നിധ്യം അനിവാര്യമാണ്. അയാളുടെ പ്രായവും അനുഭവവും പരിഗണിക്കുമ്പോൾ അടുത്ത ദശാബ്ദത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ നയിക്കാൻ അയാൾ തികച്ചും യോഗ്യനാണ്. ഗില്ലിന്റെ നേതൃത്വ ശൈലി കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതുമാണെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യുവതാരങ്ങൾക്ക് അവസരം നൽകാനും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അയാൾ താല്പര്യം കാണിക്കുന്നു. ഒരു ടീമിന്റെ ദീർഘകാല വിജയത്തിന് ഇത്തരം സമീപനം അത്യാവശ്യവുമാണ്. ശുഭ്മാൻ ഗില്ലിന്റെ കയ്യിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സുരക്ഷിതമാണെന്ന് പറയാം. അയാളുടെ കഴിവുകളും വിവേകവും ക്രിക്കറ്റിനോടുള്ള അർപ്പണബോധവും കണക്കിലെടുക്കുമ്പോൾ അടുത്ത 10 വർഷം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് പുതിയ ഉന്നതികൾ നേടുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു ആരാധകനെന്ന നിലയിൽ ഈ യാത്ര കാണാൻ നമുക്ക് ഏവർക്കും ഭാഗ്യവുമുണ്ട്.